ഹലോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ആന്ധ്ര ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാൽ വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണേ. പിന്നെ അതിനകത്തേക്ക് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി എരിവുള്ള പച്ചമുളകാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതാണ്. എത്ര ചെറുതായിട്ട് അരിയാവോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇച്ചിരി ഉപ്പും കൂടിയിട്ട് വേണമെങ്കിലും വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് വഴറ്റിയെടുക്കുന്നത്. ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ ഉപ്പിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ഇച്ചിരി നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ. അതിനകത്തേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ സോസിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു റോ സ്മെല്ല് മാറാൻ വേണ്ടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റി കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ ആകുമ്പോൾ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവും. 1/2 കിലോ മുതൽ 3/4 കിലോ ചിക്കൻ വരെ ഉണ്ടാകും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. സാധാരണ ആന്ധ്ര ചില്ലി ചിക്കന് ഇത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ ഈ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് കറിക്കകത്ത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കണേ. നമ്മുടെ ചിക്കനൊക്കെ ഒരു 1/4 വേവ് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി അത് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മളിതൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു പൊടികളും ഇല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അത് പറയത്തില്ല കേട്ടോ, അത്ര ടേസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന സമയത്ത് ഒന്ന് വെന്ത് നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് 2 പച്ചമുളക് നെടുകെ കീറി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് കളർഫുള്ളാക്കാൻ വേണ്ടി ഇട്ടത് കേട്ടോ. ക്യാപ്സിക്കം വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ആന്ധ്ര ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.